മക്കളെ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. മക്കളെ അങ്ങനെ എൻ്റെ മക്കള് 5ാം ക്ലാസ്സിലേക്ക് എത്തിയില്ലേ? 4ാം ക്ലാസ് കഴിഞ്ഞു, 5ാം ക്ലാസ്സിലേക്ക് പോകാനുള്ള മക്കളാണ്. ആദ്യം നിങ്ങളോട് മിസ് പറയുന്നത്, മിസ് എടുക്കുന്ന സബ്ജക്ട് സോഷ്യൽ സയൻസ് ആണ്. ഓക്കെ, അപ്പൊ സോഷ്യൽ സയൻസില് നമുക്ക് 2 ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതില് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ആറ് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പൊ ആ ചാപ്റ്റേഴ്സിന്റെ പേരൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ? അത് പരിചയപ്പെടാനാണ് ഇന്നത്തെ ഈ ഒരു കോണ്ടന്റ് മിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. യെസ്, ആദ്യത്തെ ചാപ്റ്റർ പീലീസ് വില്ലേജ്, പീലിയുടെ ഗ്രാമം എന്നാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോറിയാണ്. കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് കേട്ടോ. ഒരുപാട് എന്താ പറയാ, അപ്പു, വിക്കി, ചമേലി, നീനു, പീലി, ഇവരൊക്കെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഇവര്, അതായത് ചമേലിയും അപ്പുവും നീനും ഒക്കെ കൂടി എന്താണ് നമ്മുടെ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോവുക. കാരണം ഈ ചമേലി ആണെങ്കിലും വിക്കി ആണെങ്കിലും ഇവരൊക്കെ സിറ്റി ലൈഫിൽ താമസിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇവരുടെ ഫ്രണ്ട് ആയിട്ടുള്ള പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഇവര് മനസ്സിലാക്കുകയാണ് എന്ത് ഗ്രാമത്തിന്റെയും നഗരത്തിന്റെയും എന്താണ് ഡിഫറൻസസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ പീലിയുടെ ഗ്രാമം, അതൊരു സ്റ്റോറിയാണ്. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും പീലീസ് വില്ലേജ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ ഭക്ഷണവും മനുഷ്യരും, ഫുഡ് ആൻഡ് ഹ്യൂമൻ എന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള എന്താണ്, യെസ്, നമ്മളെ ആദിമ മനുഷ്യരില്ലേടാ, അവരെങ്ങനെയാണ് തീ കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് ഭക്ഷ്യോൽപാദനം സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ രീതിയിൽ ഇങ്ങനെ നമ്മുടെ ഭക്ഷ്യോൽപാദനം ഫുഡൊക്കെ എങ്ങനെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആരുമായിട്ടാണ് കൂടുതൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്താണ് ബാർട്ടർ സിസ്റ്റം, അങ്ങനത്തെ, അതായത് ഫുഡിനൊരു ഹിസ്റ്ററി ഉണ്ട് അല്ലെ, അതായത് നമ്മുടെ ഭക്ഷണത്തിനൊരു ചരിത്രമുണ്ട്. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തേത് ഫുഡ് ആൻഡ് ഹ്യൂമൻ ആണ് കേട്ടോ, അതായത് ഭക്ഷണവും മനുഷ്യർ എന്ന ചാപ്റ്റർ ആണ്. അതും നല്ല ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആണ്. ഓക്കെ, മൂന്നാമത്തെ ചാപ്റ്റർ തൊഴിൽ വൈവിധ്യങ്ങൾ, ഡൈവേഴ്സ് എംപ്ലോയ്മെന്റ് എന്നുള്ള ചാപ്റ്റർ ആണ്. ഇതിൽ ഒരുപാട് ജോലികളെ കുറിച്ചാണ്, ഒരുപാട് എംപ്ലോയ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ടീച്ചിങ് ചെയ്യുന്നവരാക്കുന്ന ചുമട്ട് തൊഴിലാളികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഓരോ ജോലിക്കും എന്താണ് കിട്ടുന്നത്, എന്താണ് പ്രതിഫലം, അപ്പൊ എന്താണ് റിവാർഡായിട്ട് കിട്ടുന്നത്, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നാലാമത്തേത് വസ്ത്രത്തിന്റെ നാൾവഴികൾ. ഓക്കെ, ഇതെന്താണ്, വസ്ത്രം വന്ന ആ ഒരു ഹിസ്റ്ററി ഉണ്ടാവില്ലേ. ഇത് പണ്ടത്തെ കാലത്തെ ആളുകൾ എന്താണ്, യെസ്, മാനിന്റെ തോലും ഇലകളൊക്കെ വെച്ചാണ് വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരുന്നത് അല്ലെ. അപ്പൊ ഇന്ന് കാണുന്ന ഈ ഒരു വസ്ത്രത്തിലേക്കുള്ള എന്താണ് നാൾവഴികളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ചുരിദാർ, ജീൻസും ടോപ്പും അങ്ങനത്തെ ഓരോരോ ഡ്രസ്സുകളൊക്കെ ഇല്ലേ, ഇന്നത്തെ വെസ്റ്റേൺ ഡ്രസ്സിലേക്കൊക്കെയുള്ള എങ്ങനെയാണ് വന്നത്, ഇവിടേക്ക് എങ്ങനെ എത്തിപ്പെട്ടു, ആ ഒരു ചരിത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ വസ്ത്രത്തിന്റെ നാൾവഴികൾ, ക്ലോത്തിങ് ത്രൂ ദ ഏജസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ അഞ്ചാമത്തത് വരയ്ക്കാം വായിക്കാം. ഒന്നുമില്ല, ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. ഏതൊക്കെയാ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, കറക്റ്റ് ഡയറക്ഷൻ പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് മണി പോലെ പഠിക്കാൻ പറ്റും. അടിപൊളി ചാപ്റ്റർ ആണ് മക്കളെ. വരയ്ക്കാം വായിക്കാം, ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡ് എന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഏതാണ്, യെസ്, നമ്മുടെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ജനങ്ങളാൽ, പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന ചാപ്റ്റർ ആണ് അല്ലെ. നമ്മുടെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ഒരു ജനാധിപത്യ രാജ്യത്ത് ഉണ്ടാകുന്ന എന്തൊക്കെയാ, യെസ്, നമുക്ക് ജനാധിപത്യം എന്ന് പറയുമ്പോൾ എന്താണെന്ന് പഠിക്കാനുണ്ട്. ഡെമോക്രസി 2 ടൈപ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ഡെമോക്രസിയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാ, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് 6 ചാപ്റ്റേഴ്സ് ആണ്. നമുക്ക് എന്തായാലും അതൊക്കെ അടിച്ചു പൊളിച്ച് പഠിക്കണം. മിസ് ജസ്റ്റ് ഒന്ന് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതേപോലത്തെ ചെറിയ കോണ്ടന്റ് ആയിട്ട് മിസ് ഇനിയും വരും.